ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് നീരജ് അനിയൻ്റെ പാരൻസ് മീറ്റിങ്ങിന് പോവാണ്. നല്ല വെയിലായതുകൊണ്ട് ജാക്കറ്റൊക്കെ ഇട്ട് ഫുൾ സെറ്റായിട്ട് പോയേ. നമ്മൾ നേരെ സ്കൂളിലെത്തി. സ്കൂളിൻ്റെ ഇപ്പുറത്ത് ഒരു ചേർച്ച് ഉണ്ട്. അപ്പോൾ അവിടെയാണ് പാർക്കിങ് കാര്യങ്ങളൊക്കെ. അവിടെ പാർക്ക് ചെയ്തു ആൻഡ് അവിടെ വെയിറ്റ് ചെയ്തു അവൻ വരാൻ വേണ്ടി. അപ്പോൾ അവിടെ അവൻ ഡെയിലി പോകുന്ന ബസ്സുണ്ടായി. അപ്പോൾ ബസ്സിൽ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന് ഞാൻ കൊണ്ടുപോയിക്കോളാം, പാരൻസ് മീറ്റിംഗ് ആണ്, ബസ്സിലുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ നിന്നു. അപ്പോഴേക്കും ദൂരത്തുനിന്നേ സ്പോട്ട് ചെയ്ത് ഓടി വരണതാണ് കാണുന്നത്. വന്ന് നേരെ അടിച്ചു. കാര്യം അച്ഛൻ വരും എന്നാണ് പറഞ്ഞിരുന്നത്. പെട്ടെന്ന് എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നാൽ അച്ഛൻ ലീവ് എടുക്കേണ്ട, എൻ്റെ അടുത്ത് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ നിന്ന് അവൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അവിടെ. അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് അവൻ എന്തൊക്കെയോ പറഞ്ഞ് ഗെയിം കളിക്കാനായിട്ട് ഓൺലൈൻ വന്ന ഇങ്ങനെയൊക്കെ രണ്ടുപേരും നമ്മൾ സംസാരിച്ച്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോയി ടീച്ചറിനെ കാണാനായിട്ട്. ടീച്ചറിനെ കാണാൻ പോയപ്പോഴും അവിടെ ഞങ്ങൾ അവൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ കണ്ടു. പിന്നെ നല്ല ഒരു വൈബാണ് അവൻ്റെ സ്കൂളിൽ. നല്ല രസമാണ് കാണാനായിട്ടും. ഫുൾ ട്രീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ നേരെ സ്കൂളിൻ്റെ ഉള്ളിൽ കയറി ആൻഡ് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ടീച്ചർ വരാൻ വേണ്ടി. ഞാൻ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ടീച്ചർ എന്ത് പറയും അത് ഇത് എന്നൊക്കെ ഓർത്ത്. പക്ഷെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാത്തിനും A1 ഉണ്ടായിരുന്നു. ആൻഡ് പ്രത്യേകിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. ആൻഡ് ഞങ്ങളവിടെ പുറത്തിറങ്ങിയപ്പോൾ അവൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായി. അപ്പോൾ അവൻ്റെ ഫ്രണ്ട് അവനെപ്പറ്റി കുറേ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവനെപ്പറ്റി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ നിന്നു. പിന്നെ അവൻ്റെ ഒപ്പം കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇടാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ പോന്നു. അവൻ പോകാൻ നേരത്തെ അവൻ ചോദിച്ചു, നിങ്ങൾ ഒരേ വീട്ടിലാണോ താമസിക്കുന്നത്? ഞാൻ പറഞ്ഞാൽ ഒരേ വീട്ടിലാണ്, എൻ്റെ അനിയനാണ് അവൻ. ആണല്ലേ, തോന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതെന്താ? ഞങ്ങൾ 12 വയസ്സിന് വ്യത്യാസമാണ് ഞാനും എൻ്റെ അനിയനും തമ്മിൽ. ആണോ, ഓക്കെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ വേറെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു അവിടെ. എന്നിട്ട് മറ്റേ ഫ്രണ്ട് ചോദിച്ചു, ചേച്ചിക്ക് എത്ര വയസ്സുണ്ട്? ഞാൻ ചോദിച്ചു, എത്ര വയസ്സ് തോന്നും? 18 വയസ്സേ തോന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, എങ്ങനെയാണ് വന്നതെന്നൊക്കെ ചോദിച്ചു. ഞാൻ വണ്ടിക്കാണ് വന്നത്. ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങൾ പോകുന്നു. പിന്നെ നേരെ ഞങ്ങൾ ഡ്രങ്ക് ആൻഡ് പാണ്ട, ഞാൻ +2 പഠിക്കുന്ന ടൈമിൽ ഞങ്ങൾ എല്ലാവരും കൂടി വന്നിരിക്കാനുള്ള സ്പോട്ടാണ്. അപ്പോൾ അവിടെ ഓപ്പൺ സ്പേസും അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടി റിനോവേറ്റ് ചെയ്ത് കുറച്ചും കൂടി ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസും കാര്യങ്ങളും കുറച്ചും കൂടി സീറ്റിങ്ങും ഒക്കെ കൊണ്ടുവന്ന് കുറച്ചും കൂടി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അവിടെ നിന്നിട്ടൊരു മോമോസും ഫ്രഷ് ലൈമും ഒക്കെ കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോന്നു. അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ബൈ.